എവിടെ പോയേക്കുവായിരുന്നു? ഞാനേ നിരഞ്ജന്റെ വീട് വരെ പോയതാടാ. സമയം പോയതൊന്നും അറിഞ്ഞില്ല. ഞാൻ നടന്നു വന്നു. ഞാൻ സൈക്കിൾ കൊണ്ടൊന്നും അല്ല വന്ന്. ഞാൻ കരുതിയല്ലേ നീ നിന്റെ വീട്ടിലായിരുന്നോ? ബോട്ടിംഗ് കഴിഞ്ഞെന്തോ നിരഞ്ജന്റെ വീട്ടിൽ പോയി ഉള്ളൂ. ഞാൻ പിന്നെ കിടക്കാനൊന്നും പോയില്ല. ഞാൻ ഇനി പോകുന്നു. എന്നാലും ഉണ്ടല്ലോ ഈ കണ്ണനെ ഇന്നലെ മാമ തല്ലി എന്റെ പാക്കറ്റ് വരും. നമ്മൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഈ കണ്ണൻ എവിടെ പോയി? പലവത്തേക്ക് പേരയ്ക്ക പോലെ വായിൽ ഞാൻ കാഞ്ഞൊക്കെ തെരി വെച്ചേക്കും. പെട്ടെന്ന് മട്ടയ്ക്ക പോലെ മൂക്കിൻ്റെ അകത്തും തെറ്റി വെച്ചേക്കും. ഒട്ടിപ്പൻ്റെ വായിലോട്ട് ഞാൻ പോയി നേരം തൊണ്ടുകൂടെ കിടക്കുന്നു. എടാ അതാണടാ പറമ്പിൽ മോട്ടിക്കുന്നേ. എടാ നമുക്ക് ആ കള്ളനെ പിടിച്ചാലോ? എടാ കള്ളനെ നമുക്ക് പോയി നോക്കിയാലോ? ഓടി ഓടി. ഇനി നമ്മൾ എന്താ ചെയ്യടാ? അവനെ പോട്ടെ. എടാ നമുക്ക് കേസ് കൊണ്ട് കൊടുക്കാടാ പോലീസ്. നമ്മുടെ പറമ്പിൽ കയറി തേങ്ങ മോഷ്ടിച്ചെന്ന് പറഞ്ഞ് പോലീസിനെ കൊണ്ട് കേസ് കൊടുക്കാടാ. പറഞ്ഞിട്ട് ഓടുത്ത തെങ്ങ് പറയാൻ പറഞ്ഞു. എന്തുകൊള്ളു നീ എന്താ പണി കഴിയുവാടാ? ഓ എടാ അച്ഛൻ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ കള്ളന്മാരൊക്കെ നമ്മുടെ തെങ്ങ് കൊണ്ടിരുന്നു. അച്ഛൻ ഞാൻ കൂടെ കേസ് കൊടുത്തു പറഞ്ഞ് നിന്റെ തെങ്ങിന്റെ തൈ മോഷ്ടിച്ചെന്ന് പറഞ്ഞ് എന്തോ പ്രശ്നം. ഇപ്പോൾ തെങ്ങ് കാണാൻ പറയുന്നത് എന്തോന്ന് അറിയത്തില്ല. അച്ഛൻ തന്നെ കഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തെങ്ങാന്നാ പറയുന്നത്. ഞാൻ തന്നെ എടുക്കേണ്ടി വന്നില്ല. ഒരു കേസും പോലും കൊടുത്തില്ല. എന്തോ പറയാൻ ഇപ്പോഴത്തെ കള്ളന്മാരൊക്കെ മോട്ടിക്കല്ല തെങ്ങും കൊണ്ടുപോകും. JCB കൊണ്ട് ഇവിടെ വന്നിട്ട് തെങ്ങ് കൊണ്ടുപോയെന്ന് പറഞ്ഞ അയ്യോ എന്തോ ഇപ്പോഴത്തെ കള്ളന്മാരെ പറഞ്ഞ അച്ഛൻ ഞാൻ തന്നെ അവനെ കൊണ്ട് കൊടുത്തേ. നമ്മൾ നോക്കി നിന്നവരെ അടുത്ത CCTV ക്യാമറ കണ്ടെന്ന് എന്തോ ചതിയാണ് എന്നോട് ചെയ്തു. ഇപ്പൊ അവൻ ആ തെങ്ങിന്റെ പുറത്തൊരു CCTV വെച്ചെന്താ അതും പറ്റത്തില്ല. എന്തോ ചെയ്യാനാ പറ. ഒന്നാമതൊരു കാര്യം പറയാം, ഈ കള്ളന്മാർക്ക് വേറെ പണിയില്ല. നമ്മുടെ തൈ മോഷ്ടിച്ചിട്ട് നമുക്ക് തന്നെ പണി തരും. എന്തോ ചെയ്യാനാ? എന്തായാലും പറയാൻ പറ്റത്തില്ലടാ. ഇവിടെ കള്ളന്മാര് വന്ന് പോയി. ഇനി പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. വാ നമുക്ക് എന്തേലും കളിക്കാൻ വല്ലതും പോകും. എടാ എന്നാലും എന്തു പറഞ്ഞു കളിക്കാനും പടത്തില്ല. തെങ്ങിൻ്റെ നട്ടിട്ട് പോയാലും നീ ഒന്നും ചെയ്യണം. അപ്പുറത്തെ പറമ്പിലുള്ള വാഴയും കൂടി കാണാൻ പറഞ്ഞു. അതുകൊണ്ട് ആ വാഴ കണ്ടു. ആ വാഴയും കൂടി ഇടിച്ചോടെ വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. എന്തോ ചെയ്യാനാണ്? കളിക്കാനും പറ്റത്തില്ല. ഇതുണ്ട് ഈ പയറാട് പോലത്തെ ചിരട്ട. ഈ ചിരട്ടയും കൂടി അമ്മമാരി അടിച്ചുകൊണ്ട് പറഞ്ഞു. അതിനും കൊണ്ട് കൂടി എനിക്ക് ചിരട്ട എന്തോ ചെയ്യാനാ? പണിയെടുക്കാനേ അറിയുള്ളൂ. എന്നാലേ നിന്റെ അച്ഛനെ ഞാൻ വിളിച്ചു പറയാം. ബാ നമുക്ക് പോയി കളിക്കാം. എന്നാ വേഗം വിളിയടാ. ഹലോ, ശിവയുടെ അച്ഛനാണോ? അത് അവന്റെ കാര്യം കൊണ്ടല്ലല്ലോ ശിവ ഈ പണി കിട്ടുന്നു. അത് ഈ പറമ്പിൽ കള്ളം വന്നോണ്ടല്ലേ. അവനൊന്ന് കളിക്കാൻ വിടുവോ? ആ വിടാന്നോ? 1/2 മണിക്കൂർ. ആ ശരി, അച്ഛൻ പറഞ്ഞല്ലേ. എന്നാ പോവാ. അരമിറ്റല്ലേ? അരമിറ്റിനുള്ളിൽ നമുക്ക് പോവാ. അല്ലേ എന്താ അറിയാമല്ലോ. നമുക്ക് ഫുട്ബോൾ കളിക്കണം. എന്തുവാണ് ഈ കാണിക്കുന്നേ? എന്തോന്നാണ് എന്നെ പിടിച്ച് തള്ളിയേ? അറിയാലോ. സോറി സോറി സോറി. ശിവ നീ എന്താ പോണിയാണോ കാണിക്കുന്നത്? ഞാൻ നിന്നെ അടിച്ച ശിക്ഷയല്ലാണ് ഞാനും കാണിച്ചേ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ് ആൻഡ് എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.